ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. അപ്പോൾ പലരും പല സാഹചര്യങ്ങളിലും സിറ്റുവേഷൻസിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി, ജോലി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ഹെൽത്ത് വൈസ് ഇഷ്യൂസ്, പല പല കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ എന്താണ് ചെയ്യാറ്? നിങ്ങളൊരു ആസ്ട്രോളജറെ കാണുന്നുണ്ട്, അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാരോ റീഡർ ഏതായാലും. അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ചെറിയ രീതിയിൽ, അപ്പോൾ നിങ്ങളുടെ എല്ലാ സമയത്തിനും എല്ലാവരും എപ്പോഴും ഒരു അസ്ട്രോളജറെയോ ഒക്കെ കാണണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഇഷ്യൂസ് വരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതായത് നിങ്ങൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ 7 ചക്രാസ്, ശരീരത്തിൽ 6 ചക്രവും കുറച്ച് നമ്മുടെ ആ ഒരു ക്രൗൺ ചക്ര എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന്, അതായത് ഫിസിക്കൽ വേൾഡിൻ്റെയും സ്പിരിച്വൽ വേൾഡിൻ്റെയും ഇടയിൽ കണക്ട് ചെയ്യുന്ന ഒരു ചക്ര, ക്രൗൺ ചക്ര ഉൾപ്പെടെ 7 ചക്രാസ് ആണ് പറയുന്നത്. ഈ ചക്രാസൊക്കെ ബാലൻസ്ഡ് ആവുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലുള്ള പരമാവധി എല്ലാ പ്രശ്നങ്ങൾക്കും തന്നെ പരിഹാരമാണെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്യും. ആത്മീയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മെഡിറ്റേഷൻ ഉൾപ്പെടുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ, ക്രിസ്റ്റൽ ഹീലിംഗ്, പലതരത്തിലുള്ള ഹീലിങ്സ് ചെയ്യാറുണ്ട്, റേക്കി ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഫിസിക്കലി കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ ബാലൻസിങ്ങിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം, അത് നമുക്ക് അതിലേക്ക് കൂടുതലായിട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ചക്ര, മൂലാധാര ചക്ര, ഈ ഒരു ചക്ര ബാലൻസ് അല്ല എങ്കിൽ എന്താണ് നമ്മുടെ ജീവിതം? നമുക്ക് ജീവിതത്തിൽ വളരെ ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും. നമ്മളൊരു സ്ഥിരതയില്ല ജീവിതത്തിൽ, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അതായത് നമ്മുടെ റൂട്ട് ചക്രയാണ്. അതായത് റൂട്ട് എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ വേരുകൾ ശക്തി ആർജിച്ചത്, അല്ലെങ്കിൽ ആ മരം വീണ് പോകും. മൊത്തത്തിൽ ഒരു ബേസ്, അതായത് നമ്മൾ പറയില്ലേ വീടിൻ്റെ ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ഒരു ചക്രം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സേഫ്റ്റി, സെക്യൂരിറ്റി ഫീലിംഗ്, ഞാൻ സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്നു, ഒരു സ്ഥിരത ഫീൽ ചെയ്യണമെങ്കിൽ ഈ ചക്ര ബാലൻസ്ഡ് ആയിരിക്കണം. ഇതാണ് ആദ്യത്തെ ചക്ര, റൂട്ട് ചക്ര. അതിൻ്റെ നിറം ചുവപ്പാണ്. അത് ബാലൻസ്ഡ് അല്ല എങ്കിൽ ജീവിതത്തിന് ഒരു സ്ഥിരത ഉണ്ടാവില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫീലിംഗ്, സെക്യൂരിറ്റി ഉണ്ടല്ലോ, ആ ഒരു സെക്യൂരിറ്റി ചെയ്യുന്ന നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ആ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ അടുത്ത ചക്രയാണ് ഈ ഒരു ചക്ര, അതായത് സേക്രൽ ചക്ര എന്ന് പറഞ്ഞ ജീവിതത്തിൽ നമുക്കൊരു കംപ്ലീഷൻ, ഒരു ഹാപ്പിനെസ് തോന്നുന്നത്. അതായത് ഇത് കൂടുതൽ പലതരത്തിലുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചക്രയാണ്. ഈ ഒരു ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു അടിവേരിൻ്റെ താഴെയായിട്ട് ആ ഭാഗത്ത് വരുന്ന ചക്രയാണ്. അത് ക്രിയേഷനാണ് മെയിൻലി. അതായത് നമ്മളറിയാം പൊക്കിൾക്കൊടി, ആ ഒരു കണക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ മാതൃത്വം ഒരു ക്രിയേഷനാണ്, പുതിയൊരു ജന്മം. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്രിയേറ്റിവിറ്റിയാണ്. അത് പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാം. പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും ക്രിയേറ്റിവിറ്റി തന്നെയാണ് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ജന്മവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെടുത്തി പ്രഗ്നൻസി ഇഷ്യൂസൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ചക്ര ബാലൻസ്ഡ് അല്ലായിരിക്കും. അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ബ്ലോക്സ് വരുന്നവർ, കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവർ, അതേപോലെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ്, എൻജോയ്മെൻറ്റ്, ലക്ഷറി, പ്ലഷർ, ഇതുപോലെ ഇൻറ്റിമസി, വിവാഹബന്ധത്തിലൊക്കെ പ്രശ്നങ്ങളുള്ളവർ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല മറ്റുള്ളവരുമായിട്ട്, ഫ്രണ്ട്ഷിപ്പ്, കമ്പാഷൻ, എംപതി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ വരുന്നത് ഈ ചക്ര ബ്ലോക്ക്ഡ് ആകുമ്പോഴാണ്. അപ്പോൾ ഈ ചക്ര ബാലൻസ് ചെയ്യുകയാണ് എങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്, ഈ ചക്ര ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പലതരത്തിലുള്ള ബ്ലോക്സിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് ഉള്ള ചക്ര ഇനി സൂചിപ്പിക്കുന്നത്, നെക്സ്റ്റ് ചക്ര എന്ന് പറയുന്നത് എംപവർമെൻറ്റ്, അല്ലെങ്കിൽ ഈ ഒരു ചക്ര സോളാർ പ്ലക്സസ് ചക്രയാണ്. അതായത് അപ്പോൾ നമ്മൾ വയറിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ചക്ര. ഇത് സൂചിപ്പിക്കുന്ന കോൺഫിഡൻസ് ആണ്. ശരിക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള നമ്മളുടെ കാഴ്ചപ്പാട്, ലൈഫ്, ഇപ്പോൾ സൂര്യനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. പുറത്തുനിന്ന് ബാഹ്യമായിട്ട് ഈ ഒരു ചക്ര ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ നോക്കുമ്പോൾ ഒരു സൂര്യ തേജസ്, അല്ലെങ്കിൽ വളരെ കോൺഫിഡൻറ്റ്. നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ ഒരാളെ നോക്കുമ്പോൾ അയാളുടെ പേഴ്സണാലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ നിൽപ്പ്,
നിൽക്കുന്ന നിൽപ്പ്, ബോഡി ലാംഗ്വേജ് എല്ലാം കണ്ടാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു ചക്ര ബാലൻസ്ഡ് അല്ല എങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, സ്വയം മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടാവില്ല, മറ്റുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്യൂസ്, നിങ്ങൾ വർക്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടത്ര റെസ്പെക്റ്റ്, നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നുണ്ടാവില്ല, ഫാമിലിയിലാണെങ്കിൽ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായ്മയും കോൺഫിഡൻസ് ഇല്ലായ്മയും ഒക്കെ ഈ ഒരു ചക്ര ബ്ലോക്ക്ഡ് ആകുമ്പോഴാണ് സോളാർ പ്ലക്സസ് ചക്ര. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാർട്ട് ചക്ര ആണ്. ഹാർട്ട് ചക്ര അറിയാം, ഹാർട്ട് ചക്ര ബാലൻസ്ഡ് അല്ലെങ്കിൽ പ്രണയം, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാവും. പ്രണയം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടാവില്ല, എപ്പോഴും ബ്രേക്കപ്സ് ആയിരിക്കും. നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പ് അതിലൊരു ഫുൾഫിൽമെൻറ്റ് തോന്നുന്നുണ്ടാവില്ല, ഒരു സന്തോഷം, സംതൃപ്തി തോന്നുന്നുണ്ടാവില്ല, ഒരു കണക്ഷൻ. അതേപോലെ തന്നെ നിങ്ങൾ അരസികന്മാരായിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം, സഹാനുഭൂതി, കാരുണ്യം ഇങ്ങനെയുള്ള വികാരങ്ങൾ കുറച്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ ആ വികാരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവില്ല. അതായത് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ സഹാനുഭൂതി, സ്നേഹം ഇങ്ങനെയുള്ളതൊന്നും ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ റിലാക്സ്ഡ്, സൂത്തിങ്, ലവിങ് ഫീലിങ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിച്ച പ്രണയമോ സഹാനുഭൂതിയോ സ്നേഹം, ഫുൾഫിൽമെൻറ്റ് ഇതൊന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ സ്നേഹം നഷ്ടപ്പെട്ട്, അതായത് യു ആർ നോട്ട് റിസീവിങ് ഓർ ഗിവിങ് ലവ് എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം ഈ ഒരു ചക്ര ബാലൻസ്ഡ് അല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹേർട്ട് ചക്രയായിട്ട് ബന്ധപ്പെടുത്തിയത്. അതിൻ്റെ കളറ് ഗ്രീനാണ്, നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ചക്ര ബാലൻസ്ഡ്, അതായത് ത്രോട്ട് ചക്ര ബാലൻസ്. ത്രോട്ട് ചക്ര ബാലൻസ് അറിയാം, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ, ചില ആളുകൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിൽ നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ ഏത് സിറ്റുവേഷൻസിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ ത്രോട്ട് ചക്ര നന്നായിട്ട് ബാലൻസ്ഡ് ആയിരിക്കും. അതായത് അവരോട് എന്ത് സംസാരിച്ചാലും വിജയിക്കാൻ പറ്റില്ല, അവർ ആരെയും കൺവിൻസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഈ ചക്ര ബാലൻസ് ആണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഫീലിങ്സ് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നല്ല രീതിയിൽ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ അവരായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഫീലിംഗ്. സെയിൽസ് മാർക്കറ്റിംഗ് ജോബിലൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ത്രോട്ട് ചക്ര ബാലൻസ്ഡ് അല്ലെങ്കിൽ ഒരു തരത്തിലും അവിടെ വിജയിക്കാൻ പറ്റില്ല. ഇൻ്റർവ്യൂകളിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വൺ വേ അല്ല. അതായത് കേൾക്കുക മാത്രം അല്ലെങ്കിൽ സംസാരിക്കുക മാത്രമല്ല, കേൾക്കുക കൂടി വേണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഇതാണിത്, അതായത് സംസാരം മാത്രമല്ല, നല്ലൊരു ലിസണർ കൂടിയായിരിക്കണം. അപ്പോൾ ഒന്നുകിൽ ഈ ചക്ര ബാലൻസ്ഡ് അല്ല എങ്കിൽ നിങ്ങളെല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കും, മറ്റുള്ളവർ റേഡിയോ ആണെന്ന് പറയും, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നുണ്ടാവില്ല, അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കാണ് ഈ ചക്ര ബാലൻസ്ഡ് അല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചക്ര ബാലൻസ്ഡ് ആണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ വളരെ വിദഗ്ധരായിരിക്കും എന്ന് പറയാം. അപ്പോൾ അതിന് ഈ ഒരു കളറാണ് ലൈറ്റ് നീല കളർ. ഇനി നമ്മൾ നെക്സ്റ്റ് ചക്ര നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചക്ര തേർഡ് ഐ ചക്രയാണ്. അതായത് നമ്മളെ മൂന്നാം തൃക്കണ്ണ്, അതായത് കാഴ്ചപ്പാടിൻ്റെ, അതായത് എല്ലാ ദൂരക്കാഴ്ചയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ ഒരു ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ മറ്റുള്ളവർ കാണാത്തതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൈൻഡ് റീഡേഴ്സ് ആയിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന ചക്ര ബാലൻസ്ഡ് അല്ല എങ്കിൽ പിന്നെ ഈ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരു കാര്യം, ബാക്കിയുള്ള ചക്രാസ് എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. കാരണം ഇതൊരു സ്പിരിച്വൽ റിലമിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു സമയമാണ്. ഇത് ലാസ്റ്റ് ചക്രയാണ് നമ്മുടെ ശരീരവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളുടെ ഏറ്റവും ഉന്നത തലത്തിൽ ശരീരത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന ചക്രയാണ് തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. ഇത് സെൽഫ് റിയലൈസേഷൻ, എൻലൈറ്റ്മെൻറ്റ് ഫേസിലേക്ക് പോകുന്ന സമയത്ത് പലർക്കും ഈ ഒരു ചക്ര ബാലൻസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളൊക്കെ മനസ്സിലാകും, മറ്റുള്ളവർ മനസ്സിൽ ചിന്തിക്കുന്ന മനസ്സിലാകും. പിന്നെ പല കാര്യങ്ങളും കാലേക്കൂട്ടി അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയല്ലോ, ഭാവി പ്രവചിക്കാൻ പറ്റുമെന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. വളരെ സ്ട്രോങ് കണക്ഷൻസ് ആയിരിക്കും, വളരെ ഹയർ സ്പിരിറ്റ് ആയിട്ടുള്ള കണക്ഷൻസ്, ഇൻഡ്യൂഷൻ ആയിരിക്കും. ഇൻഡ്യൂഷൻ വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബാലൻസ്ഡ് ആണ് എങ്കിൽ. അപ്പോൾ ബാക്കിയുള്ള ചക്രാസൊക്കെ ബാലൻസ്ഡ് ആയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു റെലമിലേക്ക് കയറുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കളർ എന്ന് പറയുന്നത് കടും നീല അല്ലെങ്കിൽ നേവി ബ്ലൂ, ആ ഒരു കളറിലേക്ക്. ലാസ്റ്റ് ചക്രയാണ് എൻലൈറ്റ്മെൻറ്റ് ഫേസ്. ഈ ഒരു ചക്ര ബാലൻസ് നമ്മൾ പറയും, ബാക്കിയുള്ള ചക്രാസൊക്കെ ബാലൻസ്ഡ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പറയുകയാണെങ്കിൽ, ഫിസിക്കൽ വേൾഡിൽ പൊതുവെ ഈ പറയുന്ന ചക്രാസൊക്കെ ബാലൻസ്ഡ് ആയാൽ
മതിയാവും. ഇവിടെ വരെ ബാലൻസ്ഡ് ആയ ഒരു ഫിസിക്കൽ വേൾഡിൽ അത് ഓക്കെയാണ്. പിന്നെ ഹയർ പേഴ്സ്പെക്റ്റീവിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു ചക്ര എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റ് ചക്രയാണത്, 7th ചക്ര അല്ലെങ്കിൽ ക്രൗൺ ചക്ര. ഈ ഒരു ചക്ര ബാലൻസ്ഡ് ആവുക എന്ന് പറയുന്നത് നമ്മളൊരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് കണക്റ്റഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഉയർന്ന തലത്തിലേക്ക് സ്പിരിച്വൽ വേൾഡിലേക്ക് കടന്നു എന്നുള്ളതാണ്. എൻലൈറ്റ്മെൻറ്റ് ഫേസാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മൾ മറ്റൊരു തലത്തിലേക്കാണ്. ഈ ഒരു ചക്രയുടെ കളർ എന്ന് പറഞ്ഞാൽ പർപ്പിളാണ് കളറ്. ഈ ഒരു ചക്ര നമ്മൾ ജീവിതത്തിൽ മറ്റൊരു സൈക്കിക് എബിലിറ്റി നമ്മളിലേക്ക് എത്തുന്നു. ഒരു കണക്ഷൻ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജീവിതത്തെ കുറിച്ചിട്ടുള്ള മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല. കാരണം ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഈ ലൈഫ് വെറുതെ എൻജോയ് ചെയ്യാനുള്ളതല്ല. ഇതുവരെ നമ്മൾ പറഞ്ഞ പല ചക്രാസും നമ്മളുടെ ഫിസിക്കൽ വേൾഡില്ല, ഈ ഒരു ബാഹ്യമായിട്ടുള്ള ലോകത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്, ജീവിതം എന്ന് പറയുന്നത്, ജീവിതം എന്ന യഥാർത്ഥത്തിൽ പറയുന്നത് റിയൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ്. ബാക്കിയുള്ള ചക്രാസൊക്കെ ബാലൻസ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ചക്ര ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിയാൽ പിന്നെ ബാക്കി നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും ചെയ്യുന്നത് അതായിട്ട് കണക്റ്റഡ് ആയിരിക്കും എന്ന് തന്നെ പറയാം. അതിൻ്റെ കളർ എന്ന് പറയുന്നത് പർപ്പിളാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു 7-day ചാലഞ്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഓരോ ചക്രാസും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കേണ്ടുന്ന ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് ഇവിടെ. നമ്മൾ പലപ്പോഴും മെഡിറ്റേഷൻ പലരും ചെയ്യുമ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പറയാറുണ്ട് പലരും. അപ്പോൾ ഈ പറഞ്ഞ ചക്രാസൊക്കെ നിങ്ങളുടെ ബാലൻസ്ഡ് അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ചക്രയാണ് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ ആ ചക്രയിലേക്ക് ഡയറക്റ്റ്ലി പോകുന്നതിന് പകരം നമ്മൾ ബേസിക് ആദ്യം നമ്മുടെ ബേസ് കണക്റ്റഡ് ആവുക, റൂട്ട് ചക്രയിൽ നിന്ന് കണക്റ്റഡ് ആയി വന്നിട്ട് നമ്മൾ മറ്റ് ചക്രാസിലേക്കൊക്കെ പോവുക എന്നുള്ളതാണ് വേണ്ടത്. എങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു, അതായത് ഇടയ്ക്ക് പെട്ടെന്ന് നമ്മൾ പറയില്ലേ ധൃതി പിടിച്ച് പെട്ടെന്ന് കാര്യം നടക്കാൻ ചിന്തിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോകാതെ ഒരു ക്ഷമയോട് കൂടിയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ചക്രാസ് ഓരോന്നായിട്ട് ബാലൻസ് ചെയ്ത് 7-day ചാലഞ്ചിൽ നിങ്ങൾ പങ്കെടുത്ത് അതിൽ പ്രത്യേകിച്ച് വലിയ ഡയറക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഒരുമിച്ച് ആ ഒരു ഇതിലേക്ക് മുന്നോട്ടേക്ക് പോവുക. ഒരു അഫർമേഷനോ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ 7 day ഓരോ ദിവസവും നിങ്ങൾ അതിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വരുന്ന 7 ദിവസം നോക്കി അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.